ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോ ഗമസകൃതി കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാതു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം അഥാ ഷഡ്സപ്തതിതമോऽധ്യായ. ശ്രീശുക ഉവാച. അഥാന്യദപി കൃഷ്ണസ്യ ശൃണു കർമാദ്ഭുതം നൃപ. ക്രീഡാനരശരീരസ്യ യഥാ സൗഭവതിർഹത. ശിശുപാലസഖഃ സാല്യോ രുക്മിണ്യുത്വാഹ ആഗത. യദുഭിർനിർജിതഃ സംഘേ ജരാസന്ധാദയस्तदा. സ്വാല്വപ്രതിജ്ഞാമകരോത് ശൃണ്വതാം സർവഭൂഭുജാം. അയാദവീമുഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യതാ. ഇതി മൂഢപ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭും. ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സഹൃദ്ഗ്രസൻ. സംവത്സരാന്തേ ഭഗവാനാശുതോഷ ഉമാപതി. വരേണ ചന്ദയാമാസ സാൽവം ശരണമാഗതം. ദേവാസുരമനുഷ്യാണാം ഗന്ധർവോദകരക്ഷസാം. അഭേദ്യം കാമകം പൗരേ സയാനം വൃഷ്ണിഭീഷണം. തഥേതി ഗിരിശാദിഷ്ടോ മയപ്പരപുരഞ്ജയ. പുരം നിർമ്മായ സാൽവായ പ്രാതാത് സൗഭമയസ്മയം. സലബ്ധ്വാ കാമകം യാനം തമോധാമധുരാസദം. യയൗ ദ്വാരവതീം സാല്യോ വൈരം വൃഷ്ണികൃതം സ്മരൻ. നിരുധ്യസേനയാ സാല്വോ മഹത്യാ ഭരതർഷഭ. പുരീം ഭവഞ്ചോ ഭവനാനി ഉദ്യാനാനി ച സർവശാ. സഗോപുരാണി ദ്വാരാണി പ്രാസാദാട്ടാനതോളികാ. വികാരാൻ സവിമാനാഖ്യാൻ നിഭേതു ശസ്ത്രപൃഷ്ടയാ. ശിലാദ്രുമാശാസനയ സർപ്പ ആസാര ശർക്കര. പ്രചണ്ഡചക്രവാദോ ഭൂത് രജസാ ഛാദിതാദിശാ. ഇത്യർധ്യമാനാ സൗഭേന കൃഷ്ണസ്യ നഗരീ ഭൃശം. നാഭ്യപദ്യദശം രാജം ത്രിപുരേണ യഥാമഹീ. മൃത്യുംനോ ഭഗവാൻ വീക്ഷ പാദ്യമാനാ നിജാ പ്രജാ. മാ വൈഷ്ട്യേത്യഭ്യതാത് വീരോ രഥാരൂഢോ മഹായശാ. സാത്വികിച്ചാരുദേഷ്ണശ്ച സാംബോ ക്രൂര സഹാനുജ. ഹാർദിക്യോ ഭാനവിന്ദശ്ച ഗതശ്ച ശുഖസാരണോ. അപരേജമകേഷ്വാസ രഥയൂതപയൂതപ. നില്യയുർദംശിതാ ഗുപ്താ രഥേ ഭാഷ്യപദാദിഭിः. തതഃ പ്രവവൃതേ യുദ്ധം സാൽവാനാം യദുഭിः സഹ. രഥാസുരാണാം വിബുധൈ തുമുലം ലോമഘർഷണം. താച്ച സൗഭപതേർമായ ദിവ്യാസ്ത്രൈ രുക്മിണീ സുധാ. ക്ഷണേന നാശയാമാസ നൈശം തമ ഇവോഷ്ണഗു. വിവ്യാത പഞ്ചവിംശത്യാ സ്വർണപുംഖൈരയോമുഖൈ. സാൽവസ്യ ദുരിനീപാലം ശരൈः സന്നതപർവഭിः. സധേനാ താടയത് സാൽവം ഏകൈകേനാസ്യ സൈനികാൻ. ദശഭിർദശഭിർനേതॄൻ വാഹനാനി ത്രിഭിസ്ത്രിഭിः. തദദ്ഭുതം മഹത്കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മന. ദൃഷ്ട്വാ തം പൂജയാമാസു സർവേ സ്വപരസൈനികാ. ബഹുരൂപൈകരൂപം തത് ദൃശ്യതേ ന ച ദൃശ്യതേ. മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂത്. ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധനി ജലേ ക്വചിത് അലാദചക്രവത് ഭ്രാമ്യത് സൗഭം തദ്ധുരവസ്ഥിതം.
എത്രയെത്രോപലക്ഷേത സസൗപസഹസൈനിക സാൽവസ്തതസ്തോ മുഞ്ചൻ ശരാൻ സാത്വതയൂഥഭ ശരൈരജ്ഞേർക്കസംസ്പർശൈരാശീവിഷദുരാസദൈ പീഠ്യമാന പുരാനീക സാൽവോ മുഹ്യത് പരേരിതൈ സാൽവാനീകപശസ്ത്രൗഖൈർ വൃഷ്ണിവീരാവൃശാർദിത നവക്യചുരണം സ്വം സ്വം ലോകദ്വയജിഗീഷവ സാൽവാമാത്യോദ്യുമാന്മ നാമ പ്രത്യുമ്നം പ്രാപ്തപീഡിത ആസാദ്യ ഗദയാ മൗർവ്യ വ്യാഹത്യവനതദ്ബലി പ്രദ്യുമ്നം ഗദയാ ശീർഷ്ണവക്ഷസ്ഥലമരിന്ദമം അപോവാഹരണാത് സൂതോ ധർമ്മവിരുദാരുഗാത്മജ ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർഷ്ണി സാരഥിമബ്രവീദ് അഹോ അസാദ്വിദം സൂത യദൃണാമേപസർപ്പണം നയദൂനാം കുലേ ജാത ശ്രൂയതേരണവിച്യുത വിനാമത് ക്ലീപചിത്തേന സൂതേന പ്രാപ്തകിൽബിഷാദ് കിം नु ഭക്ഷ്യേഭിസംഗമ്യ പിതരൗ രാമകേശവൗ യുദ്ധാത് സമ്യഗപക്രാന്ത പൃഷ്ടസ്തത്രാത്മനക്ഷമം വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ത്യോ ഭ്രാതൃജാമയാ ക്ലൈബ്യം കഥം കഥം വീര തവ നൈകത്യതാമൃതേ സാരഥിരുവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേതന്മയാ വിഭോ സൂത ഹൃത്സ്രഗതം രക്ഷേത് രഥിനം സാരഥീം രഥി ഏതദ്വിദിത്വാദു ഭവാൻ മയാ വോ വാകിതോരണാത് ഉപസൃഷ്ടപരേണേതി മൂർച്ഛിതോ ഗദയാ ഹത. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യാം സംഹിതായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്വാലയുദ്ധേ ഷഡ്സപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ ശരണം. ഹരേ ഗുരുവായൂരപ്പ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണ ശരണം. ശംഭരേശ ഹരികൃഷ്ണ. 76-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. അതാ പാരായണം ചെയ്തു. അതിൽ സാല്വവധത്തിനെ കുറിച്ചാണ് പറയുന്നത്. 75-ാമത്തെ അധ്യായത്തിൽ രാജസൂയ യാഗമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ അവഭൃത സ്നാനം എല്ലാം ചെയ്ത് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്ത ബന്ധുക്കളും ശ്രീകൃഷ്ണ ഭഗവാനും കുറച്ച് ദിവസം കൂടി അവിടെ ഇങ്ങനെ തങ്ങി. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞത് പ്രകാരം അപ്പോൾ ഈ ദുര്യോധനന് മാത്രം എന്താണ് സന്തോഷമില്ലാത്തത് എന്ന കാര്യം പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ഇങ്ങനെ രാജസഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുര്യോധനും സഹോദരന്മാരും കൂടി ഈ സഭയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അവിടെ ആ ജലസ്ഥല ഭ്രമം സ്വാഭാവികമായി ഉണ്ടായി. അപ്പോൾ ദുര്യോധനും അത് പറ്റി. അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് വിചാരിച്ചു. വസ്ത്രമൊക്കെ കയറ്റിപ്പിടിച്ച് നടന്നു. വെള്ളമുള്ള സ്ഥലത്ത് ഇല്ലെന്ന് കരുതി വസ്ത്രം അടിവരയാക്കി നടന്നപ്പോൾ അങ്ങനെ മുങ്ങി. ഇത് കണ്ട് പാഞ്ചാലിയും മറ്റ് സ്ത്രീകളും ഭീമനും ഒക്കെ ചിരിക്കുന്നത് ഈ ദുര്യോധൻ കണ്ടു. അപ്പോൾ ദേഷ്യം വന്നു.
ധർമ്മപുത്രർ പറഞ്ഞു ചിരിക്കരുത് എന്ന് ആംഗ്യം കാണിച്ചു അവരോട്. പക്ഷെ ഭഗവാനും കൂടി അതിനെ അനുകൂലിച്ചു. ഭഗവാൻ മനസ്സിൽ ചിന്തിച്ചു, ഈ ദുഷ്ടന്മാരൊക്കെ ആണ് ആ ഭൂഭാരം തീർക്കാനാണല്ലോ ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ഇത് വഴി നമുക്ക് ഭൂഭാരം കുറെ തീർക്കാം, ദുഷ്ടന്മാരെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഭഗവാൻ അങ്ങനെ മനസ്സിൽ ചിരിച്ചു. അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദുര്യോധനന് കോപം സഹിക്കാതെ അവിടെ നിന്ന് മടങ്ങി ലജ്ജിതനായി. അതാണ് 75-ാമത്തെ അധ്യായത്തിലെ കഥാഭാഗം. 76-ാമത്തെ അധ്യായത്തിലെ സാല്വവധത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ശിശുപാലന്റെ സ്നേഹിതനാണ് സാല്വൻ. രുക്മിണി വിവാഹ സമയത്ത് വിദർഭ രാജ്യത്തുണ്ടായിരുന്ന ഈ യാദവന്മാരോട് യുദ്ധത്തിൽ തോറ്റു. അപ്പൊ ഞാൻ യാദവന്മാരെ നിശേഷം നശിപ്പിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ആ രാജസദസ്സിൽ വെച്ച് ഈ സാല്വൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ശ്രീപരമേശ്വരനെ തീവ്ര തപസ് ചെയ്ത് ആരാധിച്ചു. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷനായി. അപ്പോൾ എന്താ വരം ആവശ്യപ്പെട്ടത് എന്ന് വെച്ചാൽ, ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലും ആരാലും ഗന്ധർവന്മാരാലും നാഗങ്ങൾ രാക്ഷസന്മാർക്ക് ആർക്കും തന്നെ തകർക്കാൻ കഴിയാത്ത, കൂടാതെ ഈ സാല്വന്റെ സങ്കല്പം അനുസരിച്ച് സകല ദിക്കുകളിലും സഞ്ചരിക്കുന്നതായ ഒരു വാഹനം വേണം എന്നാണ് സാല്വൻ ഭഗവാനോട് അപേക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഈ അസുരശില്പിയായ മയനോട് പറഞ്ഞ് സൗഭം എന്ന ഒരു വിമാനം ഈ സാല്വന് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ ഈ വിമാനത്തിലൊക്കെ കയറി ഒരുപാട് സൈന്യത്തോടെ ഈ സാല്വൻ ദ്വാരകയെ വളഞ്ഞു. അവിടെയുള്ള തോട്ടങ്ങൾ, പൂങ്കാവനങ്ങൾ, ഗോപുരങ്ങളോട് കൂടിയ കോട്ടപ്പടികൾ, അങ്ങനെ ഗൃഹങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, കട്ടിൻപുറങ്ങൾ, മതിൽക്കെട്ടുകൾ, കളിസ്ഥലങ്ങൾ ഒക്കെ ഇങ്ങനെ ഈ വിമാനത്തിലിരുന്ന് തകർത്തു. മതിൽക്കെട്ടുകളൊക്കെ സാല്വൻ വിമാനത്തിൽ ദ്വാരകേൻ്റെ അന്തരീക്ഷത്തിൽ വന്നു. താഴോട്ട് മഴ പോലെ ആയുധങ്ങൾ അങ്ങനെ വർഷിച്ചു. കല്ലുകൾ, മരങ്ങൾ, ഇടുത്തി, പാമ്പുകൾ, പേമാരി, കല്ലുകൾ ഒക്കെ ഇടമുറിയാതെ ഇങ്ങനെ വർഷിച്ചു ദ്വാരകയിലേക്ക്. അതിശക്തമായ കൊടുങ്കാറ്റുണ്ടാക്കി പൊടിപടലങ്ങൾ കൊണ്ട് ദിക്കുകളൊക്കെ ഇങ്ങനെ മൂടി. ആ സമയത്ത് ഈ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും ദ്വാരകയിൽ ഉണ്ടായിരുന്നതുമില്ല. അവർ രാജസൂയയാഗത്തിന് ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആജ്ഞ പറഞ്ഞതുകൊണ്ട് അവിടെ ഇങ്ങനെ താമസിക്കുവാണ്. രാജസൂയയാഗമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടിയ രാജധാനിയിൽ സഭയിൽ. അപ്പോൾ ഈ പ്രദ്യുമ്നൻ, സാമ്പൻ, അനിരുദ്ധൻ, സാത്യകി ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ യാദവ സൈന്യത്തോടു കൂടിയിട്ട് സാല്വനെ നേരിട്ടു. അപ്പോൾ സാല്വൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മായായുദ്ധം ഈ വിമാനത്തിലിരുന്നുകൊണ്ട് ആ മായയെ നശിപ്പിച്ച് ഈ പ്രദ്യുമ്നൻ സാല്വൻ്റെ സേനാപതിയെ ശരങ്ങളെ കൊണ്ട് ഇത് പിളർന്നു. ഈ പ്രദ്യുമ്നൻ്റെ യുദ്ധകൗശലം കണ്ടിട്ട് ശത്രുക്കൾ പോലും പ്രശംസിച്ചു എന്നാണ് പറയുന്നത്. സൗഭം എങ്ങനെയാ വെച്ചാൽ ഇടക്കതിനെ കാണും, ഇടക്ക് കാണൂല, ഇടക്ക് ഭൂമിയിൽ, ചിലപ്പോൾ ആകാശത്ത്, അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഇടിമിന്നൽ പോലെ കാണപ്പെട്ടു ഈ വിമാനം. അപ്പോൾ ഈ സാല്വൻ മായായുദ്ധാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ മായയെ നശിപ്പിച്ച് പ്രദ്യുമ്നൻ സാല്വൻ്റെ ഈ സേനാപതികളെയൊക്കെ ശരങ്ങളെ കൊണ്ട് എയ്ത് പിളർത്തു. സാല്വനെ 100 അമ്പുകളെ കൊണ്ടും
ഭടന്മാരെ ഓരോരോ ശരങ്ങളെ കൊണ്ടും സാരഥികളെ അമ്പുകൾ കൊണ്ടും ഇങ്ങനെ, അതുപോലെ വാഹനങ്ങളെ മുമ്മൂന്ന് ശരങ്ങളെ കൊണ്ടും എയ്തു പിളർത്തു. അങ്ങനെ ഘോരമായ യുദ്ധം നടന്നു സാല്വനും പ്രദ്യുമ്നും. അപ്പോൾ സാല്വന്റെ വിമാനം മയനുണ്ടാക്കിയതാണ്, മായാനിർമ്മിതമാണ്. ഓരോ സ്ഥലങ്ങളിലാണ് കാണപ്പെടുക എന്ന് പറഞ്ഞല്ലോ. പർവ്വതത്തിന് മുകളിൽ കാണും, സമുദ്രത്തിൽ കാണും. അപ്പോൾ ഈ വിമാനം കാണുന്ന ദിക്കിലേക്കൊക്കെ ഇങ്ങനെ ശരവർഷം എയ്തു യാദവന്മാർ. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ സാല്വന്റെ സൈന്യത്തിനും ഉണ്ടായി. അതുപോലെ തന്നെ ഈ സാല്വന്റെ ഈ വിമാനത്തിൽ ഇരുന്നിട്ടുള്ള സൈന്യങ്ങളൊക്കെ ഉണ്ടല്ലോ ധാരാളം. അപ്പോൾ അങ്ങനെ സാല്വന്റെ മായായുദ്ധം കൊണ്ട് യാദവ സൈന്യത്തിനും വലിയ നാശം സംഭവിച്ചു. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, സാല്വന്റെ മന്ത്രിയായ ദ്യുമാൻ പ്രദ്യുമ്നന്റെ മാറിലിങ്ങനെ അടിച്ചു ഗത കൊണ്ട്. അപ്പോൾ മോഹാലസ്യപ്പെട്ടു, തേരിൽ വീണു. ഈ ദാരുകന്റെ മകനും അതുപോലെ ധർമ്മം അറിയുന്ന ആളുമാണ് ഈ പ്രദ്യുമ്നന്റെ സാരഥി. തേര് പിന്തിരിച്ചു കൊണ്ടുപോയി യുദ്ധകളത്തുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വന്നു പ്രദ്യുമ്നന്. അപ്പൊ തേരാളിയോട് പറഞ്ഞു, ഏ സൂത, നീ എന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വലിയ തെറ്റന്നെയാ. യാദവ വംശത്തില് ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ജനിച്ചവരൊന്നും ഭീരുവായ നീ കാരണം യുദ്ധത്തിൽ ഞാനെന്ന പോലെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞിട്ടില്ല. അപ്പം ഈ എൻ്റെ വലിയച്ഛനും അച്ഛനും മടങ്ങി വന്നാൽ ചോദിക്കുമ്പോൾ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ ഞാൻ എന്തപ്പോൾ സമാധാനം പറയുക? എൻ്റെ സഹോദര പത്നിമാർ എന്നെ പരസ്യമായി കളിയാക്കിക്കൊണ്ട് ചോദിക്കും, ഏ വീര, ഈ ഭീരുത്വം എങ്ങനെയാ വന്നത് എന്ന്. അപ്പോൾ അതൊരു കുറച്ചിലാണ് എനിക്ക്. നീ കാരണം എനിക്ക് ദുഷ്കീർത്തി സംഭവിച്ചുവല്ലോ എന്ന് ഈ പ്രദ്യുമ്നൻ സാരഥിയോട് പറഞ്ഞു. അപ്പോൾ സൂതൻ മറുപടി പറഞ്ഞു, ധർമ്മം എന്തെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ തേര് പിന്തിരിച്ചു കൊണ്ടുവന്നത്. ഈ തേരാളി ഇത് ചെയ്യണം, തേരിലിരിക്കുന്ന യോദ്ധാവിനെയും തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന മഹാരഥൻ സാരഥിയെയും രക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കണം. അതാണ് യുദ്ധധർമ്മം. അപ്പം ഈ യുദ്ധധർമ്മം ഈ സാരഥി പ്രദ്യുമ്നനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ധർമ്മം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ യുദ്ധസ്ഥലത്തുനിന്ന് നിന്നെ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. അങ്ങനെ രക്ഷിച്ചാൽ മാത്രമാണ്, അതാണ് യുദ്ധധർമ്മം. അപ്പോൾ ദ്യുമാന്റെ ഗദാപ്രഹരമേറ്റ് അങ്ങ് ബോധം കെട്ട് വീണു പ്രദ്യുമ്ന. അതാണ് ഞാൻ തേര് പിന്തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്ന് ഈ പ്രദ്യുമ്നനോട് സാരഥി പറഞ്ഞു. അപ്പോൾ ഈ ധർമ്മയുദ്ധം കഴിഞ്ഞ് ഇനി അടുത്തത് പ്രദ്യുമ്നൻ തേരിൽ നിന്നിറങ്ങി 77ാമത്തെ അധ്യായത്തിൽ സാല്വന്റെ വധം. ഹരേ കൃഷ്ണ. ഈ വാക്കുകൾ കൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.